Your attention please. Train number 20632 Thiruvananthapuram Central, Mangalore. Ernakulam Sharnoor Junction വഴി Mangalore. പലർക്കും പല രീതിയിലായിരിക്കും യാത്രയുടെ തുടക്കം. ബട്ട് ഫോർ മീ ദിസ് ഈസ് എൻ അൺഎക്സ്പെക്റ്റഡ് ജേർണി. വളരെ യാദൃശ്ചികമായി സംഭവിച്ചൊരു യാത്രയാണ് കന്യാകുമാരി ട്രിപ്പ്. നാഗർകോവിൽ ടൗൺ ജംഗ്ഷൻ, കേപ്പ് ടൗൺ, നാഗർകോവിൽ ടൗൺ. സോ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ കന്യാകുമാരി ബസ് ഒന്നും എനിക്കാണെങ്കിൽ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ നാഗർകോവിൽ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ചാർജ് എത്തുന്നതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. സോ അകത്ത് കയറിയിട്ട് ബാക്കി എന്താണെന്ന് ചെയ്യാം. സോ ഇപ്പോൾ സമയം 3:52, ബേസിക്കലി 4 മണി. ഞാനിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി നമ്മുടെ മെയിൻ റെയിൽവേ സ്റ്റേഷനിലാണ്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനേ ഉള്ളൂ. സോ അവിടെയാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഒരു അടിപൊളി സൺറൈസ് കാണാൻ പോവാണ്. ഇന്നലെ ഒരു 11:30 ഇവിടെ എത്തി. സോ ഇന്നലെ ഫുൾ നൈറ്റ് ഇവിടെ ആയിരുന്നു ചിലവഴിച്ചത്. സോ ഇന്ന് രാവിലെ നമ്മൾ ഒരു അടിപൊളി സൺറൈസ് കാണാനായിട്ട് പോവാണ്. സോ ഒട്ടും വൈപ്പിക്കുന്നില്ല. അങ്ങോട്ട് പോകുന്ന കുറച്ച് വിഷ്വൽസും ബാക്കിയെല്ലാം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ എടുക്കാം. ലെറ്റ്സ് ഗോ. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസൊന്നും എടുത്ത് ബോറാക്കത്തില്ല, കാരണം എൻ്റെ ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഇതാണ്. ബാറ്ററി ബാക്കപ്പ് നല്ലതാണ്, പക്ഷേ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആകും. സോ അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും എടുത്ത് ഇതാക്കുന്നില്ല. ആവശ്യത്തിനുള്ളത് എടുക്കും. ആൻഡ് നമ്മളിപ്പോൾ റോഡിൻ്റെ അവിടെ എത്തിയാൽ എനിക്കറിയത്തില്ല ലൈക്ക് എങ്ങോട്ടോ പോകേണ്ടതെന്ന്. നമുക്ക് നോക്കാം. എനിക്ക് പിന്നെ ഈ ഫ്ലാഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് വെട്ടടിക്കണം, പക്ഷെ ഇതും ഇത്തും നടക്കാൻ പറ്റില്ല. എനിക്ക് ഫ്രണ്ടിലുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. സോ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിയിൽ എങ്ങനെയായിരിക്കും നോക്കിയിട്ട് ബാക്കി അപ്ഡേറ്റ്സ് ഉണ്ട്. ചെറിയൊരു ടെൻഷനുണ്ട്, വേറൊന്നും കൊണ്ടല്ല. ഇവിടെ 2 ബീച്ചുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് സൺസെറ്റ് കാണുന്നത്, ഒന്ന് സൺറൈസ് കാണുന്നത്. സോ ഞാനിപ്പോൾ സൺറൈസ് കാണാനായിട്ടാണ് പോകുന്നത്. ചെന്ന് കയറുന്നത് സൺസെറ്റ് കാണുന്ന ബീച്ചിലാണെങ്കിൽ എൻ്റെ സൺറൈസ് പോകും. സോ അതിൻ്റെ ചെറിയൊരു ടെൻഷനുണ്ട്. അപ്പോൾ ഐ ജസ്റ്റ് റിമെമ്പർ ദിസ് പ്ലേസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സൺറൈസ് ബേസിക്കലി 6 മണിക്കാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ നല്ല എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും, വേണോ. സോ ഞാൻ ഗൂഗിൾ നോക്കിയപ്പോഴും 6 മണിക്കായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ചേച്ചിമാരും ചേച്ചി പറഞ്ഞാൽ 6 മണിക്കാണ്. പക്ഷേ ഞാൻ എന്തിനാ ഇത്ര മണിക്ക്, അതായത് 4 മണി ആയി വരുന്നതേ ഉള്ളൂ, എന്തിനാ ഇപ്പോഴേ ഇവിടെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ലെറ്റ്സ് ചെക്ക്. അപ്പോൾ ഇവിടെ കുറേ വണ്ടികൾ ഇരിപ്പുണ്ടെന്ന് ഒരൊറ്റ കുഞ്ഞുങ്ങളെ ഞാൻ ഇവിടെ കാണുന്നില്ല. ഞാൻ മാത്രമാണ്. അതായത് എനിക്ക് ബീച്ച് തെറ്റിയതാണെന്ന് അറിയത്തില്ല. ഞാൻ വരുന്നിടത്തെല്ലാം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് തന്നെയാണ് ബീച്ച്, ഇവിടെ നിന്നാൽ മതി, ഇവിടെ നിന്നാൽ മതി. സോ I don't know. Let's see. ഇവിടെയാണെങ്കിൽ ഒറ്റ മനുഷ്യരില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എനിവേ ഐ ഹാവ് ലൈക്ക് ചെറിയൊരു പേടിയുണ്ട്. നോക്കാം, ആൾക്കാർ കൂടെ നോക്കാം. സോ ഗൈസ്, നമ്മൾ ഫൈനലി ബീച്ച് കണ്ടുപിടിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗർകോവിലോട്ട് ബസ് കയറിയപ്പോൾ അപ്പത്തൊട്ടൊരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളി ഇടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു ഒരു 1:30 സമയത്തൊക്കെ ഫോൺ ചാർജ് ചെയ്യാനായിട്ട്. സോ പുള്ളി ഇവിടെ ഇരിപ്പുണ്ട്. സംഭവം ഓക്കെയാണ്, സ്ഥലം ഇത് തന്നെയാണ്. സോ നോ മോർ ടെൻഷൻ. അപ്പോൾ ഐ എം വെയിറ്റിംഗ് ഫോർ ദ സൺറൈസ്. ഞങ്ങൾക്ക് ടൈം ലാപ്സ് ആയിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം, ഇല്ലെങ്കിൽ എങ്ങനെയാണ് കാണിക്കും. സോ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഈ കാണുന്നതാണ് ആക്ച്വലി മറ്റേ നമ്മൾ ഷിപ്പ് കയറുന്നത്. അതായത് നമ്മൾ അവിടെയാണ് മറ്റേ പാറ വരുന്നത്, ഏതാ വിവേകാനന്ദ പാറ വരുന്നത്. അപ്പം ഞാൻ ഇത്ര നേരമായിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് ഞാൻ ഈ ഒരു ഷിപ്പ് കയറുന്ന സ്ഥലം നോട്ടീസ് ചെയ്തില്ല. ഐ ജസ്റ്റ് ലൈക്ക് കണ്ടു, ഞാൻ അവിടെ കുറച്ച് ചെറിയ ബോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനോർത്ത് ഇതൊക്കെ പുതിയതായിട്ട് പണിതാണോ, ലൈക്ക് കുറച്ച് വെട്ടം വന്നുകൊണ്ടിരിക്കുന്ന വഴിക്കാൻ ഞാൻ കണ്ടത്. ലൈക്ക് ഇവിടെ കുറച്ച് ബോട്ട് കിടക്കുന്നത്, ഇതാ പറയല്ലേ. ഓ ഗോഡ്,
സോ മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഒരു പാലം തെളിഞ്ഞു വരുന്നുണ്ട്. ആ പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വെട്ടം വന്നപ്പോഴത്തേക്ക് കാണിക്കാം. നമ്മൾ വിവേകാനന്ദ പാറയിൽ നിന്ന് അടുത്തൊരു സ്റ്റാച്ചു നിൽക്കുന്നില്ലേ, ആ പാറയിലേക്ക് പോകുന്നതാണ് ആ ഒരു പാലം. ഞാൻ അതിപ്പോൾ ഫസ്റ്റ് ടൈം അതായത് ഒരു ലൈറ്റായിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ അയ്യോ ഇതിപ്പോൾ ഈ പാലം, ഇതൊക്കെ ഏത് പാലം? സോ വെൽ ഐ എം സോ ടയർഡ്. പണി പാളിയെന്നാണ് തോന്നുന്നത്. ലൈറ്റ്നിങ്, അതായത് മിന്നൽ. സോ കാർമേഘം മൂടി കിടക്കുമോ എന്ന് ചെറിയ ഡൗട്ടില്ലാതില്ല. എങ്ങാനും ആണെങ്കിൽ പെട്ടു. സൺറൈസും ഇല്ല, ഒന്നുമില്ല. സ്റ്റെലേറി എടുത്തപ്പോഴത്തേക്കും സ്റ്റെലേറത്തിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം. സ്റ്റെലേറി എടുത്തപ്പോഴത്തേക്കും സംഭവം സണ്ണ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. കറക്റ്റ് സെയിം ഞാൻ കാണിക്കാം. ഈ ഒരു ഭാഗത്തായിരിക്കും സണ്ണ് വരാൻ പോകുന്നത്. അപ്പം യു നോ ഐ ആം സംതിങ് എൽസ്. സൂര്യൻ നമ്മളെ ചതിച്ചിരിക്കുകയാണ്. പെയ്യും അല്ല, ഇപ്പോൾ വരും പ്രതീക്ഷിച്ചിട്ട് അവസാനം വന്നില്ല. ലൈക്ക് യു ക്യാൻ സീ ദാറ്റ്. കാർമേഘം കാരണം സൂര്യൻ പ്രത്യക്ഷപ്പെട്ടില്ല. അത്രയും നേരം വെറുതെ വേസ്റ്റായിട്ടിരുന്നു. ഇപ്പോൾ വേറെ വഴിയില്ല, സൂര്യൻ ഓൾറെഡി വന്നു. പക്ഷേ ഇത്രയും പേര് ഫുള്ളായിട്ട് കാണാൻ നിൽക്കുന്ന കാരണം ഇറ്റ്സ് വെരി ബാഡ്. സോ അവിടെ ഒരു കടൽ പാലമുണ്ട്. ഐ മീൻ കൺസിഡർ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. ചാർജ് എത്ര നേരം നിൽക്കുന്ന പറഞ്ഞു. എത്ര നേരം നിൽക്കുന്നാലും നോക്കാം. സൂര്യനെ കാണാൻ പറ്റില്ലെങ്കിൽ ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഐ. ഞാൻ അവിടെ നിന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചായിരുന്നത്. സത്യം പറഞ്ഞാൽ ഫോൺ പിടിച്ച് നടക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടുത്തെ വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര റോക്കിയായിട്ടുള്ള വഴിയാണ്. സോ സ്റ്റഫ് ടു വാക്ക്, ബട്ട് സ്റ്റിൽ ഐ ക്യാൻ മേക്ക് ഇറ്റ് ടു ദ എൻഡ്. എക്സ്ക്യൂസ് മീ. കാണുന്ന പോലെ ഒന്നും ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. സി ഇറ്റ്സ് ടോട്ടലി ക്രൗഡ്. നമ്മൾ വിചാരിക്കും ഇവിടെ ഇത്ര അറ്റത്തോട്ട് ആൾക്കാർ വരത്തില്ലായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. മുമ്പ് ഞാൻ വിഴിഞ്ഞത്ത് ഇങ്ങനെ പോയിട്ടുണ്ട്. ലൈക്ക് വിഴിഞ്ഞും കടപ്പുറത്ത് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അത് ഭയങ്കര ചെറുപ്പമായിരുന്നു. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി. ലൈക്ക് പക്ഷെ ഇപ്പം ഒറ്റയ്ക്ക് ഇവിടെ കൂടി വന്നത് ഐ ഫീൽ ഗുഡ്. സോ ഇത്രയും ദൂരമുണ്ട്. സി നമ്മൾ എന്തായാലും ഞങ്ങൾ അറ്റം വരെ പോകും. ഇറ്റ്സ് ലൈക്ക് എ ചാലഞ്ച്. എന്തായാലും ആക്ച്വലി ഇവിടെ കൂടി നടക്കുന്നത് ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് എന്നിട്ട് വഴി പോകുന്നത്. സി ഉണ്ടോ? സോ ദിസ് ഈസ് ദ എൻഡ്. ഇതാണ് ഇതിൻ്റെ എൻഡ്, അവസാനം. ഞാൻ അവിടെ നീങ്ങി വരെ നടന്നെത്തി. സോ പ്രൗഡ്. സോ ഗൈസ് ഇവിടെ നല്ല മഴയാണ്. അതെ കാണുന്നുണ്ടല്ലോ. നേരത്തെ കുറച്ച് വീഡിയോ എടുക്കണമെന്ന് ഓർത്തു, പക്ഷെ നടന്നില്ല. സംഭവം എൻ്റെ ഫോണിൽ ഫുൾ ചാർജ് കയറുന്നു 10% ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ ഞാൻ മഴയത്തൊരു കടയിൽ കയറി നിന്നപ്പോൾ കുത്തിയിട്ടതാണ്. അയാൾക്കാണെങ്കിൽ കുറച്ച് ജാളെ. ശരി ഓക്കെ, കിട്ടുന്നത് കിട്ടട്ടെ എന്ന് ഓർത്തു. ഐ മീൻ ചാർജ് കയറുന്നത് കേട്ടെന്ന് ഓർത്തു. 20 ആയപ്പോഴത്തേക്കും പുള്ളി ചാർജ് അത്യാവശ്യം ആയി കാണുമല്ലോ, എത്തൂടെ ഞാൻ ചോദിച്ചു. ശരി ഓക്കെ താങ്ക്സും പറഞ്ഞ് ഞാൻ എടുത്തു. സോ ഉള്ളത് വെച്ചോണം പോലെ എന്ന് പറഞ്ഞ പോലെ 26% ഉണ്ട് ചാർജ്. ഞാൻ അത് വെച്ചു. സോ ബാക്കി എടുത്തോണ്ടിരിക്കുകയാണ്. സോ ഗൈസ് മഴ പെയ്തപ്പോൾ ഒരു കൽമണ്ഡപത്തിൽ കയറുന്നത് അടിപൊളി ആയിട്ടുണ്ട്. കൂടെ കുറച്ച് അങ്ങനെ മനോഹരമായ ഈ യാത്രയുടെ 1-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ഒരു യാത്രയും അതിനേക്കാൾ അത്ഭുതപ്പെടുത്തിയ നിമിഷവും അനുഭവങ്ങളും. ഇതാണ് ഈ യാത്രയുടെ 1-ാം അധ്യായം. അബദ്ധത്തിൽ ഫുട്ടേജ് നഷ്ടപ്പെട്ടതുകൊണ്ട് ഇനി 2-ാം ഭാഗം
ഉണ്ടാകില്ല. ഉണ്ടാകില്ലേ എന്നെടുത്ത് ചോദിച്ചാൽ ഉണ്ടാകില്ല എന്ന് പറയാനും പറ്റില്ല. സോ അതുകൊണ്ട് കാത്തിരിക്കാം.